ഇന്ന് നമ്മുടെ ഒരു സെക്ഷൻ കോഴീനെ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഹൈ ഡിയർ ലൈഫ് സ്റ്റോൺ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഒരുത്തന് പേടിയാണ്, അവൻ ഇറങ്ങിയിട്ടില്ല. അവൻ എൻ്റെ വാതൊക്കെ വന്ന് നോക്കി നിൽക്കുക ഉണ്ടോ. ഇവരെ ഒന്ന് ഓടിച്ചിട്ട് കൊത്തും. അപ്പോൾ കൊണ്ടുവന്ന ഇടയ്ക്ക് ഇവരെ അല്ല അവൻ അങ്ങ് കൊത്തുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആണെന്ന് തോന്നുന്നു, പ്രതികാരമാണെന്ന് തോന്നി. ഇപ്പോൾ തിരിച്ച് ഇവരങ്ങോട്ട് കൊടുക്കുക. അതുകൊണ്ട് പുള്ളി വെളിയിലേക്ക് ഇറങ്ങുന്നില്ല. ഒരു കണക്കിന് നല്ലതാണ്, അടിപിടി കൂടാതെ ഇരുന്നോളും. മനോഹരമായിട്ടുള്ളൊരു ജൈവവേലിയാണ്. കുറഞ്ഞ സ്ഥലത്ത് അതിമനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളെയും പരസ്പരം കണക്റ്റഡാക്കി ചെയ്തിരിക്കുന്ന ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയുള്ള എൻ്റെ ഈ ഒരു കൃഷിരീതിയും അതിലെ ജൈവവേലിയും. അപ്പോൾ നമ്മുടെ പയറുകളൊക്കെ മുളച്ചിട്ടുണ്ട്, കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ 24 മണി പയറിൻ്റെ വിളവെടുപ്പായിരുന്നു. രണ്ടാമത്തെ വിളവെടുപ്പായിരുന്നു. അപ്പോൾ ഇന്നും കിട്ടി നമുക്ക് തോരൻ വെക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കുടുംബ ബഡ്ജറ്റിൻ്റെ ആ ഒരു ഗ്രോത്ത് സംഭവിക്കുന്നത്. നിസ്സാരമായിട്ട് നമ്മൾ കളയുന്ന ഓരോ കാര്യങ്ങളെയും വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് വരുമാനവും നേടാം. അതുപോലെ തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു നല്ല സന്തോഷം നമുക്കുണ്ടാവും. അതുവഴി നമ്മുടെ കുടുംബ ബഡ്ജറ്റിൻ്റെ വരവ് ചെലവുകളെ കൃത്യമായിട്ട് നമുക്ക് പിടിച്ചു നിർത്താനും സാധിക്കും. ഇതുണ്ടോ നമ്മുടെ കോവയ്ക്ക, അതെല്ലാം ഇപ്പോൾ കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 6 മാസത്തെ വളരെ ടെക്നിക്കുകളും അതുപോലെ തന്നെ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് നമുക്ക് ഈ സ്ഥലത്തിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്രദമാക്കിയെടുക്കാമെന്ന് ഞാൻ ചിന്തിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഇതുപോലെയുള്ളൊരു ജൈവ കൃഷി രീതി എനിക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ മുട്ട ഉൽപ്പാദനവും അതുപോലെ തന്നെ അത്യാവശ്യം നേരത്ത് വേണമെങ്കിൽ കോഴിനെ പിടിച്ച് കറി വെക്കാം. അപ്പോൾ അത് നമ്മുടെ വരുമാനത്തിന് ഉപകാരമാകും. അതുപോലെ തന്നെ നമ്മുടെ 9 തവണത്തെ വിളവെടുപ്പ് നടത്തിയ ചീരകൃഷി, അത് നമ്മുടെ 9 തവണയെന്ന് പറയുമ്പം ഒരു കെട്ട് ചീരയ്ക്ക് ഇപ്പോൾ 50 രൂപ വെച്ചു. 9 5 45 450 രൂപയുടെ 15 ദിവസം കൊണ്ടുള്ള കറിവേപ്പിൻ്റെ ഒരു നേട്ടമാണ് നമുക്കുണ്ടായത്. അതുവഴി നമ്മുടെ കുടുംബ ബജറ്റിന് 450 രൂപയാണെങ്കിലും ഇന്നത്തെ കാലത്ത് അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ഗ്യാസിനൊക്കെ എന്താണ് റോക്കറ്റ് പോലെയാണ് ഗ്യാസിൻ്റെ വില കുതിച്ചുയരുന്നത്. മനുഷ്യനിപ്പോൾ ഗ്യാസൊക്കെ ഉപയോഗിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. സാധാരണക്കാർക്ക്, കാശുള്ളവനിപ്പോൾ വലിച്ചെറിഞ്ഞ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. പയറിപ്പോൾ നമ്മൾ 2 തവണ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 6 മാസത്തേക്കുള്ള പയർ എന്തായാലും ഇതിലുണ്ടാകും. നമ്മുടെ പന്തൽ നിറഞ്ഞ് തന്നെ വളർന്നു വരും. ഇപ്പം 3 സെക്ഷനായിട്ട് ഈ ഒരു സ്ഥലത്ത് നമ്മൾ പയർ കുഴിച്ച് വെച്ചിട്ടുണ്ട്. അത് 3 സെക്ഷനും പന്തലിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഒരു 6 മാസത്തേക്കുള്ള പയറിൻ്റെ ഒരു പുറത്തുനിന്നുള്ള മീഡിയം നമുക്ക് കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ പാവൽ, അപ്പോൾ പാവലയിലൊരു 12ഓളം കായ്പ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തൊട്ടാണ് കായിട്ട് പിടിക്കാൻ തുടങ്ങിയത്. ഈ പാവലിനൊരു പ്രത്യേകതയുണ്ട്. ഒന്ന്, ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ പൂവ് ഇട്ട് വരികയുള്ളൂ. കാ പിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ കാ പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് കാ ധാരാളം ഇട്ട് തുടങ്ങും. അപ്പോൾ ഞാനൊരു 15 വർഷം മുമ്പ് ഈ മുറ്റത്ത് നമ്മുടെ കിണറിൻ്റെ സൈഡിലൊരു പാവൽ യാദൃശ്യമായിട്ടൊരു പന്തലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ധാരാളം ഉണ്ടാകുമായിരുന്നു. ആ അനുഭവം വെച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ പാവൽ നട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കട വഴി കൊണ്ടുവന്ന വിത്ത് മേടിച്ച് നട്ടതാണ്. അതുകൊണ്ട് അതിന് കുറച്ചും കൂടി നല്ലൊരു ഉൽപ്പാദനക്ഷമത കൂടുതലുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കോഴി ഇതിനകത്തെ ഈ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ കോഴി കൊത്തിത്തിന്നുന്ന നല്ല കാര്യമായിരുന്നു. പക്ഷേ അവൻ ഇപ്പോൾ ഈ ചൂട് കൂടിയതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് കിളച്ച് ചോടൊക്കെ അങ്ങ് കളയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുറ്റത്ത് ഫ്രണ്ടിൽ കുറേ പൂച്ചെടികളുണ്ടല്ലോ, കൂട്ടുകാർക്കറിയാമല്ലോ. അപ്പോൾ അതിനകത്തെ ചെമ്പരത്തി ഉണ്ടായിരുന്നു. ആ ചെമ്പരത്തി കഴിഞ്ഞ ആഴ്ച വൈഫ് ഒരേ പൊക്കത്തിൽ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കട്ട് ചെയ്ത ചെമ്പരത്തിയെല്ലാം ഇവിടെ കിടപ്പുണ്ടായിരുന്നു, തണ്ടുകൾ. അപ്പോൾ ആ തണ്ടുകളെല്ലാം ഞാനെടുത്ത് ഇങ്ങനെ വല പോലെ നമ്മുടെ ഈ ചീരയുടെ
ഇടയ്ക്ക് കൂടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് അതിൻ്റെ പൊക്കത്ത് കല്ലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഴിക്ക് ചകഞ്ഞ് കഴിഞ്ഞാൽ ഇളക്കാൻ പാടാം. അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജൈവ കൃഷി രീതിയിൽ ജൈവ കൃഷിയുണ്ട്, ജൈവ രീതിയിൽ നമ്മുടെ കോഴിക്കൂടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴി നമുക്ക് മുട്ട ഉൽപ്പാദനവും ഇറച്ചിയും റെഡിയായി കിട്ടും ഒരു 2 വർഷത്തേക്ക്.